എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ കൊച്ചു കൊച്ചു കടകളുണ്ടാവില്ലേ, അവിടെ കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു തനി നാടൻ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല കൊച്ചു കൊച്ചു കടകളിൽ നിന്ന് കിട്ടുന്ന മുട്ടക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ആയാലും ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഈ പെരിഞ്ജീരകം നല്ലൊരു ഫ്ലേവറാണ് ഈ മുട്ടക്കറിക്ക് കേട്ടോ. അപ്പോൾ ഈ പെരിഞ്ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒരു 3 വലിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സവാളേനെ ഒരു 4 പീസാക്കി കട്ട് ചെയ്തു. അതിന് ശേഷം നല്ല കുനുകുനാന്ന് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയുടെ കളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 4 നല്ല എരിവുള്ള പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ കളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റൊക്കെ പിടിക്കും ഇത് നന്നായിട്ട് വഴന്ന് വരാൻ. നല്ല വെളുവിളാന്നിരിക്കണം. നമ്മുടെ സവാള നന്നായിട്ട് ഉടയുന്ന രീതിയിൽ വേണം നമുക്ക് സവാള കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ സവാള അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് ഒരു 10-15 മിനിറ്റ് വെച്ചെങ്കിലും അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നതാ ഇതേപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ കളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, നല്ല തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. ഇതിനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനിനി ചേർക്കുന്ന പൊടികൾ കൂടി ചേർത്തിട്ട് ഇത് മാത്രം നിങ്ങൾക്കൊരു കറിയായിട്ട് ഉപയോഗിക്കാം. അല്ല മുട്ടക്കറി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗരം മസാല മാത്രം ചേർത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിനകത്തേക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് മുട്ടക്കറിയാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനോടെയാണ് ചേർക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് ഗ്രേവി ഒട്ടും ഉണ്ടാവില്ല.
അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മൾ അവസാനം ഈ പെരിഞ്ജീരകം ചേർക്കുമ്പോൾ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ നല്ല നമുക്ക് ആ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വന്നെങ്കിൽ ഇതും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി മുട്ടക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്